മക്കളെ ഏറെ സ്നേഹിച്ച കോടീശ്വരനായ ഒരു പിതാവ് ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന ഇളയ മകൻ ബിനുവിൻ്റെ കാര്യത്തിൽ ഭാസ്കരക്കാരനവർക്ക് എന്നും വല്ലാത്ത ആശങ്കയായിരുന്നു. അവനൊരു കൂട്ടുവേണമെന്ന് കരുതി 2001 ഷെറിൻ എന്ന സുന്ദരിയായ യുവതിയുമായി മകൻ്റെ വിവാഹം നടത്തി. ബിനുവിനെ അവൾ വിവാഹം കഴിച്ചത് അവരുടെ സ്വത്ത് മോഹിച്ച് മാത്രമാണ്. പിന്നീട് മരുമകളുടെ വഴിവിട്ട ജീവിതത്തെക്കുറിച്ച് ഭാസ്കരക്കാരനവർ അറിഞ്ഞതോടെ അയാളെ വധിക്കാനുള്ള നീക്കം. അങ്ങനെ സുഹൃത്തുക്കളോടൊപ്പം ചേർന്ന് ഭർത്തൃപിതാവിനെ കൊലപ്പെടുത്തുന്നു. 2009 നടന്ന ഭാസ്കരക്കാരനവർ വധക്കേസിൽ പ്രതികൾക്ക് കോടതി പിറ്റേ വർഷം ശിക്ഷ വിധിച്ചു. 3 ജീവപര്യന്തം വിധിക്കപ്പെട്ടെങ്കിലും 15ാം വർഷം ഷെറിൻ ജയിൽ മോചിതയായിരിക്കുന്നു. സാധാരണ ഒരു പ്രതിയുടെ ശിക്ഷ ഇളവ് ചെയ്യുമ്പോൾ അവരുടെ ജയിലിലെ പെരുമാറ്റവും മനപരിവർത്തനവും ഒക്കെ പരിഗണിക്കപ്പെടാറുണ്ട്. എന്നാൽ ഷെറിൻ പുറത്തിറങ്ങുമ്പോൾ പല ചോദ്യങ്ങളും ഉയരുകയാണ്. ആരാണ് ഈ വഴിവിട്ട സഹായങ്ങൾ നൽകിയത്? ഇനി എങ്ങനെയാകും അവളുടെ ജീവിതം? ഷെറിനെ സ്വീകരിക്കാൻ കുടുംബവും സമൂഹവും തയ്യാറാകുമോ? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. സ്വന്തം മകളെപ്പോലെ സ്നേഹിച്ച ഭർത്തൃപിതാവിനെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ യുവതി. ആ കേസിൽ 3 ജീവപര്യന്തം തടവ് ശിക്ഷ. എന്നാൽ ജയിലിൽ അവൾക്ക് VIP പരിഗണന ലഭിക്കുന്നു. ജയിൽ വസ്ത്രങ്ങളില്ല, ജോലി ചെയ്യേണ്ടതില്ല, സ്വന്തമായി ബ്യൂട്ടി പാർലർ സെറ്റപ്പ്, ഇഷ്ടമുള്ള ഭക്ഷണം, ഫോൺ വരെ ഉപയോഗിച്ചിരുന്നുവെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ആവശ്യം പോലെ പരോൾ. ചെങ്ങന്നൂർ ഭാസ്കരക്കാരനവർ വധക്കേസ് പ്രതി ഷെറിനെക്കുറിച്ച് നമ്മൾ കേട്ട കഥകളാണിത്. ഒടുവിൽ ഏതോ അദൃശ്യകരങ്ങളുടെ ഇടപെടലിൽ ആ യുവതി ജയിൽ മോചിതയാകുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഷെറിൻ പുറത്തിറങ്ങിയത് അതീവ രഹസ്യമായിട്ടാണ്. പുറത്ത് കാത്തുനിന്ന ക്യാമറ കണ്ണുകൾക്ക് പോലും പിടികൊടുത്തില്ല. സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ച ഭർത്തൃപിതാവിനെ ക്രൂരമായി കൊലപ്പെടുത്തിയ ഷെറിന് മനപരിവർത്തനം ഉണ്ടായി കാണുമോ? നവംബർ 7 ചെങ്ങന്നൂർ കാർണവേഴ്സ് വില്ലയിൽ ഭാസ്കരക്കാരനവരെ മരുമകൾ ഷെറിൻ കൊലപ്പെടുത്തിയത്. ശാരീരിക വെല്ലുവിളികളുള്ള ഭാസ്കരക്കാരനവരുടെ ഇളയമകൻ ബിനുവിന്റെ ഭാവി സുരക്ഷിതമാക്കാനും ഷെറിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനുമായിരുന്നു 2001 ഇവർ വിവാഹിതരായത്. പക്ഷേ ഷെറിന്റെ ബന്ധങ്ങളും ദാമ്പത്യ പൊരുത്തക്കേടുകളും പുറത്തറിഞ്ഞതോടെ ഭർത്തൃപിതാവിനെ കൊലപ്പെടുത്തുകയായിരുന്നു. സമൂഹ മാധ്യമമായ ഓർക്കുഡ് വഴിയെത്തിയ സന്ദർശകനായിരുന്നു കേസിലെ 2ാം പ്രതിയായ ബാസിത്ത് അലി. മറ്റ് 2 പ്രതികളും സുഹൃത്തുക്കളുമായ ഷാനു, റഷീദ്, നിധിൻ എന്നിവർക്കൊപ്പമെത്തിയാണ് കാരണവരെ വധിച്ചത്. സ്വത്തിൽ നിന്ന് ഒഴിവാക്കിയതിലുള്ള പ്രതികാരമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു കേസ്. കേസിൽ ഷെറിന്റെ സുഹൃത്തുക്കൾ ജയിലിൽ തുടരുകയാണ്. ജൂൺ 11 മാവേലിക്കര അതിവേഗ കോടതി ഷെറിനെ ശിക്ഷിച്ചത്. തുടർന്ന് ഷെറിൻ പൂജപ്പുര സെൻട്രൽ ജയിലിലെത്തി. വൈകാതെ ഇവരെ നെയ്യാറ്റിൻകര വനിതാ ജയിലിലേക്ക് മാറ്റി. അവിടെ മൊബൈൽ ഫോൺ അനധികൃതമായി ഉപയോഗിച്ചത് പിടികൂടിയതോടെ അച്ചടക്ക നടപടിയുടെ ഭാഗമായി 2015 മാർച്ചിൽ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. ഇവിടെ വെച്ച് വെയിൽ കൊള്ളാതിരിക്കാൻ ഇവർക്ക് ജയിൽ ഡോക്ടർ കുട അനുവദിച്ചത് വിവാദമായിരുന്നു. ജയിൽ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയെന്നും ഷെറിനെതിരെ പരാതിയുണ്ടായി. പിന്നീട് 2017 മാർച്ചിൽ തിരുവനന്തപുരം വനിതാ ജയിലിലേക്ക് മാറ്റി. 14 വർഷത്തെ ശിക്ഷാ കാലയളവിനുള്ളിൽ 500 ദിവസത്തോളമാണ് ഷെറിന് പരോൾ ലഭിച്ചത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിന്ന കാലത്തും ഷെറിന് ആദ്യം 30 ദിവസവും പിന്നീട് ദീർഘിപ്പിച്ച് 30 ദിവസവും കൂടി പരോൾ നൽകി. ജയിലിലെ നല്ല നടപ്പ് പരിഗണിച്ചായിരുന്നു ഷെറിന് ശിക്ഷ ഇളവ് നൽകാൻ ജയിൽ ഉപദേശക സമിതി ശുപാർശ ചെയ്തത്. അതിന്റെ ഷെറിനെ ജയിൽ മോചിതയാക്കാനുള്ള നീക്കം വിവാദമായതോടെ രാജ്ഭവൻ വിഷയത്തിൽ ഇടപെട്ടു. ഷെറിന്റെ മോചനം സംബന്ധിച്ച തീരുമാനം സർക്കാർ താൽക്കാലികമായി മരവിപ്പിക്കുകയും ചെയ്തു. പിന്നാലെ ഷെറിനടക്കമുള്ള പ്രതികളുടെ മോചനം സംബന്ധിച്ച ശുപാർശ ഗവർണർ വിശദമായി പരിശോധിച്ചു. തുടർന്ന് ഓരോ തടവുകാരുടെയും കുറ്റകൃത്യം, ശിക്ഷ, പരോൾ ലഭ്യമായത്, ജയിലിലെ പെരുമാറ്റം, ജയിലിൽ മറ്റ് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ വിശദാംശങ്ങൾ പ്രതിപാദിക്കുന്ന ഫോം രാജ്ഭവൻ ഏർപ്പെടുത്തി. ശുപാർശയോടൊപ്പം ഈ ഫോം പൂരിപ്പിച്ച് സർക്കാർ വീണ്ടും ഫയൽ സമർപ്പിക്കുകയായിരുന്നു. ഇതോടെയാണ് ഷെറിനടക്കം ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച 14 വർഷം തടവ് പൂർത്തിയാക്കിയ 11 പ്രതികളുടെ ശിക്ഷാ ഇളവ് ഗവർണർ അംഗീകരിച്ചത്. News 18 കണ്ണൂർ.
നടൻ നിവിൻ പോളി വീണ്ടും വിവാദക്കുരുക്കിൽ. ഇക്കുറി വഞ്ചനാ കുറ്റത്തിനാണ് കേസ്. നിവിൻ പോളിക്കും സംവിധായകൻ എബ്രിഡ് ഷൈനുമെതിരെ നിർമ്മാതാവ് ഷംനാസാണ് പരാതി നൽകിയത്. വഞ്ചനയിലൂടെ 1,90,00,000 രൂപ തട്ടിയെടുത്തുവെന്ന പരാതിയിലാണ് കോട്ടയം തലയോലപ്പറമ്പ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ആക്ഷൻ ഹീറോ ബിജു 2 സിനിമയുടെ നിർമ്മാണത്തിൻ്റെ പേരിൽ പണം തട്ടിയെന്നാണ് പരാതി. എന്നാൽ വിഷയത്തിൽ മധ്യസ്ഥ ചർച്ചകൾ നടന്നുവരികയാണെന്നും സത്യം വിജയിക്കുമെന്നും നിവിൻ പോളി പ്രതികരിച്ചു. സാമ്പത്തിക തർക്കത്തെ തുടർന്ന് സിനിമയുടെ ചിത്രീകരണം പാതിവഴിയിൽ മുടങ്ങിയ അവസ്ഥയിലാണ്. ആക്ഷൻ ഹീറോ ബിജു 2 എന്ന സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കത്തിന് പിന്നാലെയാണ് പരാതിയും പോലീസ് കേസും. എബ്രിഡ് ഷൈൻ നിവിൻ പോളി കൂട്ടുകെട്ടിൽ വരാനിരിക്കുന്ന ചിത്രം ആക്ഷൻ ഹീറോ ബിജു 2-വിൽ തന്നെ നിർമ്മാണ പങ്കാളിയാക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് 1,90,00,000 രൂപ വീണ്ടും കൈപ്പറ്റിയെന്ന് ഷംനാസ് പരാതിയിൽ പറയുന്നു. നിർമ്മാണ പങ്കാളിത്തം സംബന്ധിച്ച കരാർ തയ്യാറായതിനു ശേഷം അഭിപ്രായ ഭിന്നത ഉണ്ടായി. ഷംനാസിന്റെ നിർമ്മാണ കമ്പനിയുമായുള്ള കരാർ മറച്ചുവെച്ചുകൊണ്ട് ചിത്രത്തിന്റെ ഓവർസീസ് അവകാശം വിറ്റുവെന്നും അങ്ങനെ 1,90,00,000 രൂപയുടെ നഷ്ടം തനിക്കുണ്ടായെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പരാതി. വൈക്കം കോടതിയിലേക്കാണ് ഷംനാസ് ആദ്യം പരാതിയുമായി പോയത്. കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് തലയോലപ്പറമ്പ് പോലീസ് FIR ഇട്ടിരിക്കുന്നത്. നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് നിർമ്മാതാവ് ഷംനാസിന്റെ തീരുമാനം. എനിക്ക് ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്ന് പറഞ്ഞ നിവിൻ പോളിയുടെ ഓഫീസിൽ എന്നെ വിളിച്ചു വരുത്തിയിട്ട് കമ്മീഷൻ ഓഫീസിൽ പരാതി കൊടുക്കാനുണ്ടായത് എനിക്കെതിരെ. അതുകൊണ്ടിട്ടാണ് എനിക്ക് പോലീസിൽ പരാതി കൊടുക്കേണ്ടി വന്നത്. FIR വന്നതിന് ശേഷം എല്ലാ സിനിമാ സംഘടനകൾക്കും ഞാൻ പരാതിയുടെ FIR-ന്റെ കോപ്പി അടക്കം പരാതി കൊടുക്കാനാണ് തീരുമാനം. നിവിൻ പോളിയെ 1-ാം പ്രതിയും എബ്രിഡ് ഷൈനെ 2-ാം പ്രതിയുമാക്കിയാണ് FIR. ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരമാണ് കേസ്. അന്വേഷണത്തിലേക്ക് കടന്നിട്ടില്ലെന്നാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. അതേസമയം ജൂൺ 28 മുതൽ ഇതേ വിഷയത്തിൽ കോടതി വ്യവഹാരങ്ങൾ നടക്കുന്നതിനിടയിൽ പുതിയ പരാതി നൽകിയതാണെന്നും നിർമ്മാതാവിന്റെ പരാതി വസ്തുതകളെ വളച്ചൊടിച്ചാണെന്നും നടൻ നിവിൻ പോളി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. നിയമപരമായി മുന്നോട്ട് പോകുമെന്നും സത്യം തെളിയുമെന്നും നിവിൻ പ്രതികരിച്ചു. സാമ്പത്തിക തർക്കത്തിന് പിന്നാലെ ആക്ഷൻ ഹീറോ ബിജു 2 സിനിമയുടെ ചിത്രീകരണം പാതി വഴിയിൽ മുടങ്ങിയ അവസ്ഥയിലാണ്. എബ്രിഡ് ഷൈനിന്റെ സംവിധാനത്തിൽ നിവിൻ പോളി നായകനായ മഹാവീരർ എന്ന സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാളായിരുന്നു പരാതിക്കാരനായ ഷംനാസ്. ആ സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 95 ലക്ഷം രൂപയോളം തനിക്ക് കിട്ടാനുണ്ടെന്നും പരാതിക്കാരൻ അവകാശപ്പെട്ടു. ന്യൂസ് 18 കൊച്ചി. 15,000 രൂപയുടെ സാരി 1,900 രൂപയ്ക്ക്. ഇൻസ്റ്റഗ്രാമിൽ നടി ആര്യയുടെ ബുട്ടീക്കിലെ ഓഫർ കണ്ടതോടെ പല സ്ത്രീകളും പണം ഓൺലൈൻ വഴി നൽകി. എന്നാൽ പണം വാങ്ങും, പിന്നാലെ നമ്പർ ബ്ലോക്ക് ചെയ്യും. തട്ടിപ്പിനിരയായവർ ബന്ധപ്പെട്ടപ്പോഴാണ് ആര്യയും ഇക്കാര്യം തിരിച്ചറിഞ്ഞത്. തട്ടിപ്പിന് പിന്നിൽ ഉത്തരേന്ത്യൻ സംഘമെന്നാണ് സൂചന. പണം പോകുന്നത് മരിച്ച ആളുകളുടെ പേരിലുള്ള അക്കൗണ്ടിലേക്കെന്നും പോലീസിന് വിവരം ലഭിച്ചു. ആര്യയുടെ ഉടമസ്ഥയിലുള്ള ബുട്ടീക്ക് കാഞ്ചീപുരത്തിൻ്റെ പേരിൽ നിരവധി വ്യാജ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഒട്ടേറെ പേർ തട്ടിപ്പിന് ഇരകളായിട്ടുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം. രൂപയുടെ പട്ടുസാരി 1,900 രൂപയ്ക്ക് നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ്. ആര്യയുടെ ഇൻസ്റ്റഗ്രാമിന്റെ വ്യാജ പേജുകൾ നിർമ്മിച്ചായിരുന്നു തട്ടിപ്പ്. പേജിലെ വീഡിയോകളും ചിത്രങ്ങളും എഡിറ്റ് ചെയ്താണ് വ്യാജ പേജുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനകം ഒട്ടേറെ പേർ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്നാണ് വിവരം. അപ്പൊ കാഞ്ചീപുരം സിൽക്ക് സാരീസ് എന്ന് പേരിട്ടിട്ടുള്ള ഒരു പേജില് ഞങ്ങളുടെ വീഡിയോസ് ആണ്. ഞങ്ങൾ പണ്ട് ഒരു 3-4 വർഷം മുമ്പൊക്കെ ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് യൂസ് ചെയ്തിട്ടാണ് ഇവർ ഇതിനകത്ത് ഈ സ്കാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബേസിക്കലി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പട്ടുസാരികൾ, അതായത് 15,000, 20,000 അല്ലെങ്കിൽ 13,000, 12,000 ഒക്കെ രൂപ വരുന്ന പട്ടുസാരികളുടെ വീഡിയോസ് എടുത്ത് 1,000, 2,000, 3,000, 1,500 എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വീഡിയോസ് പബ്ലിഷ് ചെയ്യാണ് ഇവർ ഈ ഫേക്ക് പേജിലൂടെ.
അപ്പൊ പെട്ടെന്ന് ഈ കാണുന്ന സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ, അതായത് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഈ റീൽസിൽ പെട്ടെന്ന് ഇത് വരുമ്പോൾ ഇവരാരും തന്നെ പറ്റുന്ന പ്രശ്നം, ഇവരാരും തന്നെ ഈ പേജ് കയറി നോക്കുന്നില്ല. ഈ പേജ് ജെനുവിൻ പേജ് ആണോ, ഞങ്ങളുടെ പേജ് തന്നെയാണോ എന്ന് പോലും നോക്കാതെ 1000 രൂപ 2000 രൂപയ്ക്കൊക്കെ സാരി കിട്ടുന്നു, ഓ ആണോ എന്ന് കണ്ട ഉടനെ ചാടി വീണ് ഓർഡർ പ്ലേസ് ചെയ്ത് കുറേ പേർക്ക് കുറേ പൈസ നഷ്ടമായി. നടി ആര്യ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബീഹാറിൽ നിന്നുള്ള സംഘമാണ് തട്ടിപ്പിന് പിന്നിലെന്നാണ് പോലീസ് പറയുന്നത്. ഓർഡർ നൽകാനായി ബന്ധപ്പെടാൻ ഫോൺ നമ്പർ ഉണ്ടാകും. വസ്ത്രം വാങ്ങാനായി പേജിലെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുമ്പോൾ പണം അടയ്ക്കേണ്ട QR കോഡ് അയച്ചു കൊടുക്കും. പണം കിട്ടിയതിന് പിന്നാലെ നമ്പർ ബ്ലോക്ക് ചെയ്യും. പണം നൽകി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും വസ്ത്രം ലഭിക്കാതെ വരുമ്പോഴാണ് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കുന്നത്. 15ഓളം പേജുകളാണ് ഇതിനകം റിപ്പോർട്ട് ചെയ്ത് പൂട്ടിച്ചത്. എന്നാൽ 10ഓളം പേജുകൾ തട്ടിപ്പുകാർ വീണ്ടും തുടങ്ങി. നിരവധി പേരാണ് തട്ടിപ്പിനിരയായതായി തന്നെ ദിവസവും വിളിച്ചു പറയുന്നതെന്ന് ആര്യ പറയുന്നു. കുറേ പേര് ഇതിനകത്ത് പെട്ടുപോയി, കുറേ പേർക്ക് പൈസ പോയിട്ടുണ്ട്. അപ്പം ഒന്ന് കെയർഫുൾ ആയിട്ടിരുന്നാൽ ഇതൊരു അവയർനെസ് പോലെ എല്ലാവരും എടുക്കണം. പിന്നെ ഇത്രയും ഈ പട്ടുസാരികളൊന്നും ഈ 1000 രൂപയ്ക്കൊന്നും കിട്ടില്ല എന്നുള്ളതും കൂടി മനസ്സിലാക്കിയാൽ നല്ലത്. നമ്മൾ സൈബർ സെല്ലിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്, അല്ലാതെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്, മെറ്റയ്ക്ക് ഞങ്ങൾ കൺസേൺ മെയിൽ അയച്ചിട്ടുണ്ട്. ഇതെല്ലാം ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഇങ്ങനത്തെ ടെക്നിക്കലി ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇനി യു ഗൈസ് ഷുഡ് ഹെൽപ്പ് us by doing a mass report on all these fake pages. That is the only thing you can do, and very important, please make sure that you don't fall for the scam. ഉത്തരേന്ത്യയിൽ നിന്നുള്ള സംഘമാണ് തട്ടിപ്പിന് പിന്നിലെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. കർണാടക ധർമ്മസ്ഥലയിലെ കൊലപാതക പരമ്പരയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ ആരൊക്കെയോ ഭയപ്പെടുത്തുന്നുണ്ട്. 3 പതിറ്റാണ്ടോളം കുഴിച്ചുമൂടിയ സത്യം പുറത്തു വന്നാൽ പല ഉന്നതരുടെയും മുഖം മൂടി അഴിയും. ആ രഹസ്യം എത്ര മൂടിവെക്കാൻ ശ്രമിച്ചാലും കൊല്ലപ്പെട്ടവരുടെ ആത്മാക്കൾ അവിടെ തന്നെയുണ്ട്. അവരുടെ കുടുംബം നീതി കിട്ടാതെ അലയുന്ന കാഴ്ച. അതിലും ഭീതിയോടെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് വെളിപ്പെടുത്തൽ നടത്തിയ മുൻ ശുചീകരണ തൊഴിലാളി. കോടതി പറഞ്ഞിട്ടും ആ സാധുവിന് സുരക്ഷ നൽകാൻ പോലീസ് തയ്യാറല്ല. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്ന കോടതി നിർദ്ദേശവും നടപ്പിലായില്ല. മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയെന്ന് വെളിപ്പെടുത്തിയ സ്ഥലത്ത് പരിശോധന വൈകുന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. ധർമ്മസ്ഥലയിൽ ദുരൂഹത ഏറുകയാണ്. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളി ഭീതിയിലും. സത്യം തെളിയിക്കുന്നതിൽ മെല്ലെ പോക്കോ. വെളിപ്പെടുത്തൽ നടത്തിയ ആളുടെ ജീവന് സുരക്ഷ ഒരുക്കണമെന്ന കോടതി ഉത്തരവും നടപ്പാകുന്നില്ല. അതിക്രൂര ലൈംഗികാതിക്രമത്തിനിരയായ 100ഓളം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുടെ മൃതദേഹങ്ങൾ കുഴിച്ചു മൂടിയെന്ന ഗുരുതരമായ വെളിപ്പെടുത്തലാണ് മുൻ ജീവനക്കാരൻ നടത്തിയത്. ഏത് സമയത്തും തനിക്കും കുടുംബത്തിനും നേരെ അക്രമം ഉണ്ടായേക്കാമെന്ന മൊഴിയെ തുടർന്നാണ് കോടതി ഇയാൾക്ക് സുരക്ഷ ഒരുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയത്. സംഭവത്തിലെ ഏക സാക്ഷി കൂടിയാണ് ഇയാൾ. നിലവിൽ അഭിഭാഷകരുടെയും ആക്ഷൻ കമ്മിറ്റിയുടെയും സംരക്ഷണയിലാണ് ശുചീകരണ തൊഴിലാളി. ഇയാളുടെ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നായിരുന്നു കോടതിയുടെ നിർദ്ദേശം. ഇതിലും മെല്ലെപ്പോക്ക് തുടരുന്നു. ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ 2003 കാണാതായ മെഡിക്കൽ വിദ്യാർത്ഥിനി അനന്യ ഭട്ടിന്റെ മാതാവും രംഗത്തെത്തി. മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയ സ്ഥലം മണ്ണ് നീക്കി പരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ട് അനന്യ ഭട്ടിന്റെ മാതാവും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മുൻ ജീവനക്കാരൻ വെളിപ്പെടുത്തിയ സ്ഥലത്ത് തന്റെ മകളുടെ മൃതദേഹം ഉണ്ടാകുമെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ അസ്ഥിയെങ്കിലും കണ്ടെത്തി തരണമെന്നാണ് പോലീസിൽ നൽകിയ പരാതിയിൽ ഇവർ ആവശ്യപ്പെട്ടത്.
23 വർഷങ്ങൾക്ക് ശേഷമാണ് കേസിൽ പരാതി സ്വീകരിക്കാൻ പോലും പോലീസ് തയ്യാറായത്. അതേസമയം മുൻ ജീവനക്കാരന് സുരക്ഷ നൽകാൻ ഇയാൾ എവിടെയാണെന്നറിയില്ല എന്നാണ് പോലീസിന്റെ വിചിത്രവാദം. മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന് വെളിപ്പെടുത്തിയ സ്ഥലത്ത് മണ്ണ് നീക്കിയുള്ള പരിശോധന ഉടൻ നടത്തുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. എന്നാൽ അതെന്ന് നടക്കുമെന്ന് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഇവിടെ പരിശോധന നടത്തുമെന്ന് വ്യക്തമാക്കിയെങ്കിലും അത് നടന്നില്ല. കാത്തിരുന്നവർ നിരാശരായി മടങ്ങുകയായിരുന്നു. ധർമ്മസ്ഥലയിലെ മണ്ണിൽ മൂടപ്പെട്ട രഹസ്യങ്ങൾ ചുരുളടിയാൻ വീണ്ടും കോടതിയെ തന്നെ സമീപിക്കേണ്ട അവസ്ഥ. ഇതിനുള്ള ഒരുക്കത്തിലാണ് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും ഇരകളുടെ കുടുംബങ്ങളും. സത്യം ഒരു നാൾ തെളിയുമെന്ന പ്രതീക്ഷയോടെ. KV ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. കുടുംബജീവിതവും വിവാഹേതര ബന്ധവും ഒരുപോലെ കൊണ്ടുപോകുന്ന ചില സ്ത്രീകളുണ്ട്. വീട്ടുകാർ അറിയുന്നതുവരെയും പ്രശ്നമുണ്ടാകില്ല. പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ മലക്കമറിച്ചിലാണ്. തൃശൂർ ഇരിങ്ങാലക്കുടയിലെ അഖില എന്ന യുവതിയുടെ വഴിവിട്ട ബന്ധം പുറംലോകമറിഞ്ഞത് കാമുകൻ്റെ മരണത്തോടെയായിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഇരിങ്ങാലക്കുട തേലപ്പള്ളി സ്വദേശിയായ യുവാവ് വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ചത്. വിവാഹം മുടങ്ങിയതാണ് മരണകാരണമെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ കുറിച്ചു. എന്നാൽ വിവാഹം മുടങ്ങാനുള്ള കാരണം എന്തായിരിക്കും? പോലീസിൻ്റെ അന്വേഷണം എത്തിയത് തൃശൂർ സ്വദേശിനിയായ അഖിലയിലേക്കാണ്. ആത്മഹത്യ ചെയ്ത ദിവസം അഖിലയും ഭർത്താവ് ജീവനും സഹോദരൻ അനൂപും യുവാവിൻ്റെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്തിരുന്നു. കേസിൽ 6 മാസത്തെ അന്വേഷണത്തിന് ശേഷമാണ് പ്രതികളെ പോലീസ് പിടികൂടിയത്. ഇക്കഴിഞ്ഞ ജനുവരി 22-നാണ് ഇരിങ്ങാലക്കുട സ്വദേശിയായ യുവാവ് ആത്മഹത്യ ചെയ്തത്. ആ ദിവസം യുവാവിൻ്റെ കാമുകിയായിരുന്ന അഖിലയും ഭർത്താവ് ജീവനും സഹോദരൻ അനൂപും രാത്രി 8:45 തേലപ്പള്ളിയിലെ വീട്ടിലെത്തി ഉപദ്രവിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇയാളുടെ ഫോൺ ബലമായി പിടിച്ചു വാങ്ങുകയും ചെയ്തു. പിന്നീട് വിവാഹം ചെയ്യാൻ തീരുമാനിച്ച യുവതിയുടെ വീട്ടിലേക്ക് ഫോൺ വിളിച്ച് ഇയാളുടെ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു. അതോടെ ആ കല്യാണം മുടങ്ങി. ആ മനോവിഷമത്തിൽ യുവാവ് വീട്ടിൽ തൂങ്ങി മരിച്ചു. സംഭവത്തെ തുടർന്ന് വീട്ടുകാർ പരാതി നൽകിയതോടെ മരണദിവസമുണ്ടായ സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചു. യുവാവിൻ്റെ ആത്മഹത്യാക്കുറിപ്പ് അന്വേഷണത്തിനിടെ പോലീസ് കണ്ടെത്തിയിരുന്നു. വിവാഹം മുടങ്ങിയതാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് തെളിഞ്ഞതോടെയാണ് പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ഇരിങ്ങാലക്കുട പോലീസ് ഇൻസ്പെക്ടർ ഷാജൻ MS-ന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിച്ചത്. ന്യൂസ് 18 തൃശൂർ. ഇൻസ്റ്റഗ്രാം റീൽസിലൂടെ കണ്ട പരിചയം പിന്നീട് അത് പ്രണയമായി വളരുന്നു. അങ്ങനെ കാമുകിയുമായി കറങ്ങി നടക്കാൻ കാർ മോഷണം. മൂവാറ്റുപുഴ സ്വദേശിയായ 19-കാരൻ പോലീസിൻ്റെ പിടിയിലായപ്പോൾ പുറത്തു വന്നത് വീട്ടമ്മയുമായിട്ടുള്ള പ്രണയബന്ധമാണ്. മൂവാറ്റുപുഴയിൽ നിന്ന് കാർ മോഷണം പോയ കേസിൻ്റെ അന്വേഷണമാണ് ഈ പ്രണയകഥയുടെ ചുരുളഴിച്ചത്. 19-കാരനായ സാബിത്ത് ഇതിനു മുൻപും പല മോഷണങ്ങൾ നടത്തിയെന്ന് പോലീസ് പറയുന്നു. പൂന്തുറ സ്വദേശിനിയായ കാമുകിക്ക് പണം നൽകാനാണ് മോഷണങ്ങൾ നടത്തിയതെന്നാണ് പ്രതിയുടെ മൊഴി. രണ്ടു വർഷം മുൻപ്, അതായത് 17-ാം വയസ്സിലാണ് സാബിത്ത്
സാബിത്ത് 28-കാരിയായ വീട്ടമ്മയെ ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെടുന്നത്. വിവാഹിതയും 2 കുട്ടികളുടെ അമ്മയുമായ യുവതിയുമായി പിന്നീട് കടുത്ത പ്രണയത്തിലായി. അങ്ങനെ പൂന്തറ സ്വദേശിനിയായ വീട്ടമ്മയെ മൂവാറ്റുപുഴയിലേക്ക് കൊണ്ടുവന്നു. അവരുടെ വീട്ടുകാർ നൽകിയ പരാതിയിൽ മൂവാറ്റുപുഴ പോലീസ് അന്ന് യുവതിയെ കണ്ടെത്തി പൂന്തറ പോലീസിന് കൈമാറിയതാണ്. എന്നാൽ ഇരുവരും തമ്മിലുള്ള ബന്ധം വീണ്ടും തുടർന്നു. യുവതി ഇടയ്ക്ക് സാബിത്തിനോട് പണം ചോദിക്കും. 10ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള പയ്യൻ ചെറിയ മോഷണമൊക്കെ നടത്തി പണം തരപ്പെടുത്തി കൊടുക്കും. കാമുകി ആവശ്യപ്പെടുന്ന പണം കണ്ടെത്താൻ മുൻപ് ചെറിയ കളവുകൾ നടത്തി വന്നിരുന്ന സാബിത്ത് പിന്നീട് ഒരൽപ്പം കടന്ന കൈ ചെയ്തു. മുൻകാലങ്ങളിൽ ചെറിയ മോഷണങ്ങൾ നടത്തിയിരുന്ന 19-കാരൻ അന്നൊന്നും പിടിക്കപ്പെട്ടില്ല. ഇതോടെ മോഷണത്തിന്റെ റേഞ്ച് മാറി. കാമുകിയുമായി കറങ്ങി നടക്കാൻ കാർ മോഷണം. മൂവാറ്റുപുഴയിൽ നിന്ന് മോഷ്ടിച്ച കാറുമായി തിരുവനന്തപുരത്തെത്തിയാണ് യുവാവ് 2 കുട്ടികളുടെ അമ്മയായ കാമുകിയുമായി കറങ്ങി നടന്നത്. വെള്ള നിറത്തിലുള്ള സ്വിഫ്റ്റ് കാറിൽ രൂപമാറ്റം വരുത്തിക്കൊണ്ട് നടക്കുകയായിരുന്നു യുവാവ്. എന്നാൽ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ സാബിത്ത് കുടുങ്ങി. പോലീസ് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് മോഷണം നടത്തിയത് എന്തിനാണെന്ന് വ്യക്തമായത്. ഈ മാസം 4-ാം തീയതിയാണ് മൂവാറ്റുപുഴ കരുട്ടുകാവ് ഭാഗത്തെ വീടിന്റെ കാർ പോർച്ചിലുണ്ടായിരുന്ന കാറ് സാബിത്ത് മോഷ്ടിച്ചത്. യുവാവ് കാറുമായി കടന്നു കളയുന്ന CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയ പോലീസ് എത്തിയത് തിരുവനന്തപുരം പൂന്തുറയിലാണ്. കാറിന്റെ നമ്പർ പ്ലേറ്റ് മാറ്റിയും രൂപമാറ്റം വരുത്തിയുമായിരുന്നു സാബിത്തിന്റെ കറക്കം. ഒടുവിൽ പിടിയിലായപ്പോഴാണ് സാബിത്ത് മോഷണത്തിന്റെ കാരണം പറഞ്ഞത്. സാബിത്തിന് മോഷണ സംഘങ്ങളുമായി ബന്ധമുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാറിന് രൂപമാറ്റം വരുത്താനും വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിക്കാനും സഹായിച്ചവരെ കണ്ടെത്താനും അന്വേഷണം നടക്കുന്നുണ്ട്. 19-ാം വയസ്സിൽ പ്രൊഫഷണൽ കവർച്ചാ സംഘങ്ങളുടേതിന് സമാനമായി സാബിത്ത് നടത്തിയ കാർ മോഷണമാണ് പോലീസിനെയും അമ്പരപ്പിച്ചത്. ന്യൂസ് 18 കൊച്ചി. താൻ നേരിട്ട നരക ജീവിതം മകളും അനുഭവിക്കരുതെന്ന് കരുതിയാണ് വിഭജിക കടുങ്കൈ ചെയ്തത്. എന്നാൽ ഒന്നിച്ചു മരിച്ചിട്ടും 1.5 വയസ്സുള്ള മകളുടെ മൃതശരീരം പോലും അവർ തട്ടിയെടുത്തു. അമ്മ ശൈലജ കുറേ നിയമ പോരാട്ടം നടത്തിയതാണ്. ഒടുവിൽ വിഭജികയുടെ മൃതദേഹം നാട്ടിലേക്ക്. 1.5 വയസ്സുകാരി മകൾ വൈഭവിയുടെ മൃതദേഹം ഷാർജയിൽ സംസ്കരിച്ചതിന് ശേഷമാണ് വിഭജികയുടെ മൃതദേഹവുമായി കുടുംബാംഗങ്ങൾ നാട്ടിലേക്ക് എത്തുന്നത്. അമ്മ ശൈലജ നൽകിയ പരാതിയിൽ കേരള പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിതീഷും അച്ഛനും സഹോദരിയുമാണ് കുണ്ടറ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതികൾ. കൊല്ലം കൊറ്റംകര കേരളപുരം സ്വദേശിനി രജിത ഭവനിൽ വിഭജിക മണിയൻ, മകൾ വൈഭവി, നിധീഷ് എന്നിവരെ അൽ നഹ്ദയിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടത് ഇക്കഴിഞ്ഞ ജൂലൈ 8-നായിരുന്നു. കുഞ്ഞിനെ കൊലപ്പെടുത്തി വിഭജിക ജീവനൊടുക്കിയെന്നാണ് പ്രാഥമിക നിഗമനം. എന്നാൽ മരണത്തിൽ സംശയമുണ്ടെന്ന വിഭജികയുടെ കുടുംബം ആരോപിച്ചിരുന്നു. ഭർത്താവ് നിധീഷിൽ നിന്ന് ശാരീരികവും മാനസികവുമായ പീഡനം വിഭജിക ഏറ്റുവാങ്ങേണ്ടി വന്നതായി അമ്മ ആരോപിച്ചു. മരണത്തിന് പിന്നാലെ വിഭജികയുടെയും 1.5 വയസ്സുകാരിയായ മകളുടെയും സംസ്കാരം ഷാർജയിൽ നടത്താൻ ആലോചനയുണ്ടായി. എന്നാൽ കടുത്ത എതിർപ്പുമായി അമ്മ രംഗത്തെത്തുകയായിരുന്നു. മൃതദേഹം നാട്ടിൽ കൊണ്ടുവന്ന് സംസ്കരിക്കണം എന്നായിരുന്നു ഇവരുടെ ആവശ്യം. ഇരുവരുടെയും മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ച് വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തണമെന്നും വിഭജികയുടെ അമ്മ നേരത്തെ പ്രതികരിച്ചിരുന്നു. ഇതിന് വിഭജികയുടെ ഭർത്താവ് തടസ്സം നിന്നു. ഒടുവിൽ ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ നടന്ന ചർച്ചയിൽ കുഞ്ഞിന്റെ മൃതദേഹം ഷാർജയിൽ സംസ്കരിക്കാൻ തീരുമാനിച്ചു. വിഭജികയുടെയും കുഞ്ഞിന്റെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായ ശേഷം കുഞ്ഞിന്റെ സംസ്കാരം ഷാർജയിൽ നടന്നു. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ ബുധനാഴ്ച നടന്ന ചർച്ചയിലായിരുന്നു മൃതദേഹം സംസ്കരിക്കാൻ തീരുമാനമായത്. ഒപ്പം വിഭജികയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാനും തീരുമാനമായി. ഭർത്താവും കുടുംബവും യുവതിയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിരുന്നെന്നും അത് പുറത്തുവരാതിരിക്കാനാണ് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് നിതീഷ് തടസ്സം നിൽക്കുന്നതെന്നും
ശൈലജ ഷാർജ അധികൃതരെ അറിയിച്ചിരുന്നു. ആത്മഹത്യാക്കുറിപ്പടക്കം നിരവധി തെളിവുകളും ഹാജരാക്കിയിരുന്നു. വിപഞ്ചികയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തതും സംശയകരമാണ്. കുണ്ടറ പോലീസ് സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ വിപഞ്ചികയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവന്നാലും ഭർത്താവ് നിതീഷ് വരാനുള്ള സാധ്യത കുറവാണ്. നിതീഷും അച്ഛനും സഹോദരിയുമാണ് കുണ്ടറ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതികൾ. മൃതദേഹം തിരികെ കേരളത്തിൽ എത്തിക്കാനായി വിപഞ്ചികയുടെ അമ്മയും ബന്ധുക്കളും ചൊവ്വാഴ്ച രാവിലെ ഷാർജയിൽ എത്തിയിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും കോൺസുലേറ്റുമായി സംസാരിച്ചിരുന്നു. തുടർന്നാണ് വിപഞ്ചികയുടെ മൃതദേഹമെങ്കിലും നാട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്. ന്യൂസ് 18 കൊട്ടാരക്കര. കോഴിക്കോട് മാവൂരിലെ വ്യാപാരികളുടെ ഉറക്കം കെടുത്തിയ കള്ളൻ ഒടുവിൽ പിടിയിൽ. കഴിഞ്ഞ ദിവസം 10ഓളം കടകളിൽ മോഷണം നടത്തിയ കേസിലാണ് അസം സ്വദേശി ജിയാബുർ റഹ്മാനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് കേസിൽ നിർണായകമായത്. പിടിയിലായ ഇതര സംസ്ഥാനക്കാരൻ സംസ്ഥാനത്തെ നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ്. മുൻപ് മാവൂരിൽ നടത്തിയ കവർച്ചാ പരമ്പരയിലും ഇയാൾക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. മാവൂർ അങ്ങാടിയിലെ കടകളിൽ ചൊവ്വാഴ്ച പുലർച്ചെയാണ് വ്യാപകമായി മോഷണം നടന്നത്. 7 കടകളിൽ മോഷണവും 2 കടകളിൽ മോഷണ ശ്രമവുമുണ്ടായി. മാവൂർ ബസ് സ്റ്റാൻഡിന് പിന്നിലെ ഫെമി ഇന്നർവെയർസ്, ടോയ്സ് ഗാലറി, പുഞ്ചിരി ഫാൻസി ആൻഡ് ഫുഡ്വെയർ, മെയിൻ റോഡിലെ മിലാനോ മെറ്റൽസ് ആൻഡ് ഗിഫ്റ്റ് ഹൗസ്, കണിയാത്ത് അഷ്ടമി സ്റ്റോർ, പൈപ്പ് ലൈൻ ജംഗ്ഷനിലെ V1 സൂപ്പർ മാർക്കറ്റ്, അടുവാടുള്ള മസാലക്കട എന്നിവിടങ്ങളിലായിരുന്നു കവർച്ച. പൂട്ടി തകർത്ത് അകത്ത് കയറിയ കള്ളൻ മേശയിലുണ്ടായിരുന്ന പണം മോഷ്ടിച്ചു. V1 സൂപ്പർ മാർക്കറ്റിൽ നിന്ന് 12,500 രൂപ കവർന്നിട്ടുണ്ട്. പുഞ്ചിരിയിലെയും V1 സൂപ്പർ മാർക്കറ്റിലെയും CCTVയിൽ യുവാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞതാണ് അന്വേഷണത്തിൽ നിർണായകമായത്. മാവൂർ ബസ് സ്റ്റാൻഡിന് എതിർവശത്തെ ഡിസൈൻസ് ടെക്സ്റ്റൈൽസ്, മെയിൻ റോഡിലെ കൈരളി സിൽക്സ് എന്നീ കടകളിൽ മോഷണ ശ്രമവും നടന്നിരുന്നു. തുടർന്ന് പോലീസിന്റെ നേതൃത്വത്തിൽ കടകളിൽ നിന്ന് ശേഖരിച്ച CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയാണ് പോലീസ് കള്ളനെ വലയിലാക്കിയത്. സംഭവത്തിന് ശേഷം കടന്നുകളഞ്ഞ അസം സ്വദേശിയായ ജിയാബുർ റഹ്മാനെ അരീക്കോട് നിന്നാണ് പിടികൂടിയത്. നേരത്തെ നിരവധി പോലീസ് സ്റ്റേഷനുകൾക്ക് കീഴിൽ മോഷണവും മോഷണ ശ്രമവും നടത്തിയ കേസുകളിലെ പ്രതി കൂടിയാണ് പിടിയിലായ ജിയാബുർ റഹ്മാൻ. ഇതിനു മുൻപും മാവൂരിലെ ഒട്ടേറെ കടകളിൽ മോഷണം നടന്നിട്ടുണ്ട്. കവർച്ച പതിവായതോടെ സ്ഥലത്ത് പോലീസിന്റെ രാത്രികാല പട്രോളിംഗ് ശക്തമാക്കണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. ന്യൂസ് 18 കോഴിക്കോട്. കണ്ടെയ്നർ ലോറി മുതൽ കാറുകൾ വരെ മോഷ്ടിക്കും. മോഷ്ടിച്ച വാഹനങ്ങളിലെത്തി ATM കവർച്ച. ഡൽഹി മുതൽ കേരളം വരെയും പരന്നു കിടക്കുന്ന കവർച്ചാ കേന്ദ്രങ്ങൾ. കൊച്ചിയിൽ കണ്ടെയ്നർ ലോറിയിലെത്തി ATM കവർച്ച ലക്ഷ്യമിട്ട ഉത്തരേന്ത്യൻ സംഘത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. പിടിയിലായ ഹരിയാന സ്വദേശികൾ കുപ്രസിദ്ധ മോഷ്ടാക്കളുടെ സംഘമെന്നാണ് സൂചന. കുപ്രസിദ്ധ കുറ്റവാളി സദാമാണ് മുഖ്യാസൂത്രകൻ. കേസിൽ കോടതി റിമാൻഡ് ചെയ്ത പ്രതികളെ പനങ്ങാട് പോലീസ് വിശദമായ ചോദ്യം ചെയ്യലിന് കസ്റ്റഡിയിൽ വാങ്ങും. ATM കവർച്ച ലക്ഷ്യമിട്ടെത്തിയവർ ഹരിയാനയിലെ കുപ്രസിദ്ധ കുറ്റവാളി സദ്ദാമിന്റെ സംഘങ്ങളാണെന്ന് സൂചന. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ATM കവർച്ചയിലൂടെ കുപ്രസിദ്ധി നേടിയ ക്രിമിനൽ സംഘമാണ് സദ്ദാമിന്റേത്. സദ്ദാമിന് പുറമെ വാഹനമോഷണത്തിൽ നിരവധി കേസുകളുള്ള രാജസ്ഥാൻ ഭരത്പൂർ സ്വദേശി സൈക്കോളാണ് പിടിയിലായവരിൽ പ്രധാനി. പോലീസ് കസ്റ്റഡിയിലിരിക്കെ ടോയ്ലറ്റിന് ജനൽ തകർത്ത് രക്ഷപ്പെട്ടതിനും
തടയാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ ചവിട്ടി താഴെയിട്ട് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും സൈക്കിളിനെതിരെ കേസെടുത്തിട്ടുണ്ട്. ATM, ബാങ്ക് മുതലായവ കൊള്ളയടിക്കാൻ ഗ്യാസ് കട്ടറും അനുബന്ധ സാധനങ്ങളുമായി സംഘടിച്ചെത്തിയതിനാണ് മറ്റൊരു കേസ്. ഹരിയാന നൂർ സ്വദേശി നജീർ അഹമ്മദാണ് പിടിയിലായ മറ്റൊരാൾ. 3 പേരും റിമാൻഡിലാണ്. കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതിനാൽ പ്രതികളെ കസ്റ്റഡിയിൽ ലഭിക്കാൻ പനങ്ങാട് പോലീസ് മറ്റന്നാൾ അപേക്ഷ നൽകും. അതിനുശേഷമേ തമിഴ്നാട് പോലീസിന് പ്രതികളെ വിട്ടുനൽകൂ. തിങ്കളാഴ്ചയാണ് തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിൽ നിന്ന് മാരുതി ഈക്കോ കാർ മോഷ്ടിച്ച് കണ്ടെയ്നർ ലോറിയിൽ സംഘം കേരളത്തിലേക്ക് കടന്നിട്ടുണ്ടെന്നുള്ള തമിഴ്നാട് പോലീസിന്റെ സന്ദേശം കേരള പോലീസിന് ലഭിച്ചത്. ഇതിനിടെയാണ് നെട്ടൂരിൽ ദേശീയപാതയിൽ രാജസ്ഥാൻ രജിസ്ട്രേഷനുള്ള കണ്ടെയ്നർ ലോറി പട്രോളിംഗ് സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടതും പ്രതികളെ കസ്റ്റഡിയിലെടുത്തതും. അതേസമയം മോഷ്ടിച്ചെന്ന് പറയുന്ന ഈക്കോ കാർ ഇതുവരെ കണ്ടെത്താനായില്ല. കൃത്യമായ രേഖകളോടെയാണ് കണ്ടെയ്നർ ലോറി എത്തുന്നത്. പനങ്ങാട് പോലീസ് പിടിച്ചെടുത്ത ലോറിയിൽ നിന്ന് 8 ലക്ഷം രൂപ വില മതിക്കുന്ന AC കണ്ടെത്തിയിരുന്നു. GST അടക്കം ഒടുക്കിയ ബില്ലിന്റെ രേഖകളും പോലീസിന് ലഭിച്ചിരുന്നു. ഇത്തരത്തിൽ കൃത്യമായ രേഖകളോടെ വാഹനങ്ങൾ എത്തുന്നതിനാൽ ചെക്ക് പോസ്റ്റുകളിൽ ഉൾപ്പെടെയുള്ള പരിശോധനകൾ അനായാസം മറികടക്കാനാകും. കവർച്ച നടത്തേണ്ട ATMകൾ ഗൂഗിൾ മാപ്പിലൂടെയാണ് ഉറപ്പിക്കുക. മോഷണം നടന്ന പ്രദേശത്ത് നിന്ന് കാർ മോഷ്ടിച്ച് ചുറ്റി നടന്നാണ് കവർച്ച. ലക്ഷ്യമിട്ട ATMകൾ കവർന്ന ശേഷം കണ്ടെയ്നർ ലോറിയിൽ കയറ്റിക്കൊണ്ടുപോയി കാർ ഉപേക്ഷിക്കും. പോലീസ് അന്വേഷണം കാറിനെ കേന്ദ്രീകരിച്ച് നടക്കുന്നതിനിടെ മോഷ്ടാക്കൾ സ്ഥലം വിടും. പാർസൽ ലോറികളും ഡൽഹിയിൽ നിന്ന് വിവിധ സംസ്ഥാനങ്ങളിലേക്കുള്ള ലോജിസ്റ്റിക്സ് ലോറികളും ഇവർ കൊള്ളയടിക്കാറുണ്ടെന്നാണ് സൂചന. ന്യൂസ് 18 കൊച്ചി. ഇടുക്കി നെടുങ്കണ്ടം സ്വദേശി ബിജുമോൻ നാട്ടുകാർക്ക് പേടി സ്വപ്നമാണ്. സ്ഥിരം മദ്യപാനിയും ലഹരിക്കടിമയുമായ ഇയാൾ മേഖലയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നത് പതിവ്. നഗ്നതാ പ്രദർശനവും ബിജുവിൻ്റെ രീതിയാണ്. ഇയാളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാൻ വീടുകളിൽ മുളക് കലക്കിയ വെള്ളം സൂക്ഷിക്കുന്ന വീട്ടമ്മമാരുമുണ്ട്. ഏറ്റവും ഒടുവിൽ ബിജുമോൻ ആയുർവേദ ആശുപത്രിയിലെത്തിയാണ് പരാക്രമം കാട്ടിയത്. കുഴമ്പ് ചോദിച്ചെത്തി ആശുപത്രിയുടെ ജനൽ ചില്ലുകൾ എറിഞ്ഞു പൊട്ടിക്കുകയായിരുന്നു. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. രാവിലെ 10:30 സംഭവം. ശരീരവേദനയ്ക്ക് കുഴമ്പ് വേണമെന്നാവശ്യപ്പെട്ടാണ് ബിജുമോൻ ചാറൽമേട് ആയുർവേദ ഡിസ്പെൻസറിയിലെത്തിയത്. ഈ സമയം ആശുപത്രിയിൽ ഡോക്ടർ ഇല്ലായിരുന്നെങ്കിലും ജീവനക്കാർ ഇയാൾക്ക് കുഴമ്പ് നൽകി. എന്നാൽ കൂടുതൽ വേണമെന്നാവശ്യപ്പെട്ട് ഇയാൾ ബഹളം വെക്കുകയും ജീവനക്കാരെ അസഭ്യം പറയുകയുമായിരുന്നു. തുടർന്ന് റോഡിൽ നിന്ന് കല്ലുകൾ പെറുക്കി ആശുപത്രിയിലേക്ക് എറിഞ്ഞു. കെട്ടിടത്തിന്റെ 2ാം നിലയിലെ വിവിധ ജനാലകളുടെ ചില്ലുകൾ പൊട്ടി. ആശുപത്രിയിൽ മറ്റു രോഗികൾ ഉള്ളപ്പോഴായിരുന്നു സംഭവം. പരിഭ്രാന്തരായ ജീവനക്കാർ നെടുങ്കണ്ടം പോലീസിൽ അറിയിച്ചതോടെ പോലീസ് എത്തി ഇയാളെ പിടികൂടുകയായിരുന്നു. ഈ ഗേറ്റിന്റെ അവിടെ വന്ന് നിന്നിട്ട് ജമ്മം ചെയ്ത ഇവൻ പോവുകയല്ല. ഇവൻ ഇവിടെ അനാവശ്യം പറഞ്ഞു. ഇവന് ഒരു തുണി ഇല്ലാതെ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് അനാവശ്യം പറഞ്ഞോണ്ട് ഇവൻ നിൽക്കുക. എന്നിട്ട് ഇവിടെയാണെങ്കിൽ ആണുങ്ങൾ ആരും ഇല്ലായിരുന്നു. ഇങ്ങ് ഇവിടെ വന്നപ്പോഴത്തേനും ആശുപത്രിയുടെ അങ്ങോട്ട് അവൻ ഇറങ്ങിപ്പോയി. എന്റെ പട്ടിക്കുഞ്ഞിനെയും പിടിച്ച് അവൻ ഇവിടെ വെച്ചോണ്ട് നിൽക്കുമായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങിപ്പോകുന്നത്. ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ട് ആശുപത്രിയിൽ ചെന്നിട്ടാണ് അവൻ അവരോട് മരുന്ന് ചോദിച്ചു. മരുന്ന് ചോദിച്ചപ്പോൾ അവര് മരുന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ അത് പോരാന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ തെറിയും വിളിച്ചോണ്ട് മേളിലോട്ട് കയറിയിട്ട് ആ കല്ല് പെറുക്കി മൊത്തം എറിഞ്ഞ് മൊത്തം പൊട്ടിച്ചു. ഇവൻ സ്ഥിരം എല്ലാ വീട്ടിലും, ഒരു വീട്ടിൽ തന്നെയല്ല, സ്ഥിരം ഈ ചാർമേട്ടിൽ എല്ലാ വീട്ടിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന. ഞങ്ങൾക്ക് തുണി പോലും അലക്കിയിടാൻ പറ്റുകയില്ല. സ്ഥിരം മദ്യപാനിയും ലഹരിക്കടിമയുമായ ഇയാൾ മേഖലയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നത് പതിവാണ്.
സ്ത്രീകൾ മാത്രമുള്ളപ്പോൾ വീടുകളിലെത്തി ബഹളം വയ്ക്കുകയും അസഭ്യം പറയുകയും ചെയ്യുന്നതിനാൽ സ്വയരക്ഷയ്ക്കായി മുളക് കലക്കിയ വെള്ളം വീടുകളിൽ സൂക്ഷിക്കുകയാണ് പതിവെന്ന് നാട്ടുകാർ പറയുന്നു. ഇവനെ കൊണ്ട് മടുത്ത് രാത്രിയിലാണേലും പകലാണേലും മിനിഞ്ഞാന്ന് 6 മാസം പോലും ആയില്ല സാറേ, ഞാനൊരു വെട്ടുകത്തി വിധവ പെൻഷൻ കിട്ടിയപ്പോ പോയി മേടിച്ചതാ. അതെന്റെ പെരക്കകത്തുനിന്ന് എടുത്തോണ്ട് പോയി. ഞാൻ എന്നാ സാറേ ചെയ്യേണ്ട? രാത്രി മുഴുവൻ ഇവൻ ഈ റോഡെ സഞ്ചരിക്കുക. ഞങ്ങൾ എന്നെ ചെയ്യണമെന്ന് പറ. മരിക്കാൻ പറ്റുമോ? ഇവൻ കൊല്ലും രാത്രി ഞങ്ങളെ. എല്ലാരും ആലോചിച്ചു. ഇന്നലെ രാത്രി 12 മണി വരെ മുളക് വെള്ളവും കലക്കി പാതകത്തിന്റെ കീഴെ കയറിയിരുന്ന എന്റെ പൈസ പോയി കഴിഞ്ഞപ്പോ അറിയോ സാറേ, ഞങ്ങൾ ജീവിക്കണ്ടേ? സ്ത്രീകൾക്ക് നേരെ നഗ്നതാ പ്രദർശനവും നടത്താറുണ്ടെന്നാണ് ആരോപണം. ന്യൂസ് 18 ഇടുക്കി. പോലീസ് പടകൾ ഇനി പരിശോധിക്കുന്നത് കോതമംഗലത്തെ കോൺഗ്രസ് പ്രാദേശിക നേതാവിനെ ആക്രമിച്ച കേസാണ്. നെല്ലിക്കുഴി കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് അസീസിനെയാണ് മർദ്ദിച്ച് അവശനാക്കിയത്. CPM പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പരാതിയിൽ പറയുന്നു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ സഹിതം പരാതി നൽകിയെങ്കിലും പോലീസ് ഇതുവരെയും കേസെടുത്തിട്ടില്ല. രാവിലെ 9 മണിയോടെ നെല്ലിക്കുഴി ഇന്ദിരാഗാന്ധി കോളേജിന് സമീപത്ത് വെച്ചാണ് അസീസിന് നേരെ ആക്രമണമുണ്ടായത്. കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് അസീസിനെ CPM പ്രവർത്തകനായ അനീസ് ക്രൂരമായി തല്ലിച്ചതയ്ക്കുകയായിരുന്നു. യാതൊരു പ്രകോപനവുമില്ലാതെയായിരുന്നു ആക്രമണം. സാരമായി പരിക്കേറ്റ അസീസിനെ കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നൊരു കാരണമില്ലാണ്ടാണ് അവന് നേരത്തെ കയറാൻ വന്നത്. ഇതുപോലെ ചെയ്തത്. അസീസിനെ അതിക്രൂരമായി മർദ്ദിച്ചയാളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ പറഞ്ഞു. നെല്ലിക്കുഴി പഞ്ചായത്തിൽ CPM തുടരുന്ന അക്രമ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ അനുഭവമാണ് ഇപ്പോൾ ഉള്ളത്. ഇത് മുൻ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടുള്ള ഒരാൾ, അയാളുടെ നേതൃത്വത്തിൽ നെല്ലിക്കുഴി പഞ്ചായത്തിൽ നിരന്തരമായി ഇത്തരം ക്രിമിനൽ സംഘങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസിനെയും CPM വിരുദ്ധ രാഷ്ട്രീയ പാർട്ടികളെയും അടിച്ചമർത്തുന്ന ഒരു രാഷ്ട്രീയ സമീപനമാണ് സ്വീകരിക്കുന്നത്. മുൻ വൈരാഗ്യമാകാം ആക്രമണത്തിന് പിന്നിൽ എന്നാണ് സൂചന. കഴിഞ്ഞ ദിവസം നെല്ലിക്കുഴി ഇന്ദിരാഗാന്ധി കോളേജിൽ പോസ്റ്റർ ഒട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഇതാണോ ആക്രമണത്തിന് പിന്നിൽ എന്ന സംശയമുണ്ട്. ന്യൂസ് 18 കോതമംഗലം. ഇടുക്കി കമ്പംമേട്ട് ഹാഷിഷ് ഓയിൽ കേസിൽ കൂടുതൽ പേർ കുടുങ്ങുമോ? കഴിഞ്ഞ മാർച്ചിൽ 105 ഗ്രാം ഹാഷിഷ് ഓയിൽ പിടികൂടിയ കേസിൽ അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് പോലീസ്. ഏറ്റവും ഒടുവിൽ കോട്ടയം അതിരമ്പുഴ സ്വദേശി ഷിനാജാണ് അറസ്റ്റിലായത്. മറ്റൊരു കഞ്ചാവ് കേസിൽ ജാമ്യത്തിലിറങ്ങി കഴിയവെയാണ് ഷിനാജ് പുതിയ കേസിൽ പിടിയിലായിരിക്കുന്നത്. ടൂറിസ്റ്റ് ബസ്സുകളിൽ മാറി മാറി ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന ഷിനാജിനെ തന്ത്രപരമായാണ് പോലീസ് കുടുക്കിയത്. കമ്പംമേട്ട് ഹാഷിഷ് ഓയിൽ കേസിന്റെ തുടക്കം കഴിഞ്ഞ മാർച്ചിലാണ്. 105 ഗ്രാം ഹാഷിഷ് ഓയിലുമായി കരുണപുരത്തിന് സമീപത്ത് നിന്ന് ആലപ്പുഴ സ്വദേശി അഷ്കറാണ് ആദ്യം പോലീസിന്റെ പിടിയിലാകുന്നത്. ഈ കേസിലെ രണ്ടാം പ്രതിയും ഹാഷിഷ് ഓയിൽ അഷ്കറിന് നൽകുകയും ചെയ്ത എറണാകുളം സ്വദേശി ആഷ്മോനെ 2 ആഴ്ച മുൻപ് പോലീസ് എറണാകുളത്ത് നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. ഹാഷിഷ് ഓയിൽ അഷ്കറിന് നൽകിയത് ആഷ്മോനാണെന്ന് അഷ്കർ പോലീസിന് മൊഴി നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് ആഷ്മോൻ അറസ്റ്റിലായത്. ആഷ്മോനെ ചോദ്യം ചെയ്തപ്പോൾ ഹാഷിഷ് ഓയിൽ തനിക്ക് നൽകിയത് ഷിനാജാണെന്ന് പോലീസിനോട് പറഞ്ഞിരുന്നു. തുടർന്ന് ഷിനാജിന് വേണ്ടി പോലീസ് രഹസ്യമായി അന്വേഷണം നടത്തി വരികയായിരുന്നു. ടൂറിസ്റ്റ് ബസ്സുകളിൽ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന ഷിനാജ് മിക്കവാറും യാത്രയിൽ മറ്റ് സംസ്ഥാനങ്ങളിലായിരുന്നതിനാൽ പോലീസിനെ കബളിപ്പിച്ച് ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു. ഇയാൾ മൊബൈൽ ഫോൺ മാറി ഉപയോഗിച്ചിരുന്നതും പോലീസ് പിടിയിൽപ്പെടാതെ കഴിയാൻ സഹായിച്ചു. 2022 150 ഗ്രാം MDMAയും 1.25 കിലോ കഞ്ചാവുമായി ഷിനാജ് ചാവക്കാട് പോലീസിന്റെ പിടിയിലായിരുന്നു. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങി വീണ്ടും ലഹരി വിൽപ്പന നടത്തി ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു.
എറണാകുളത്ത് നിന്നാണ് ഷിനാജിനെ പോലീസ് പിടികൂടിയത്. നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ഇടുക്കി. കഞ്ചാവിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ചെറിയ പൊതികൾ ഒളിപ്പിച്ചു വയ്ക്കും. പിന്നീട് ഓൺലൈൻ പേയ്മെൻറ്റ് വഴി പണം നൽകുന്ന ഡീലർമാർക്ക് വിൽപ്പന നടത്തും. മലപ്പുറം കുറ്റിപ്പുറത്ത് ലഹരി സംഘം പിടിയിലായപ്പോഴാണ് തന്ത്രപരമായ നീക്കങ്ങളെക്കുറിച്ച് പോലീസ് മനസ്സിലാക്കിയത്. ആന്ധ്ര സ്വദേശികളിൽ നിന്ന് കഞ്ചാവും ഹാഷിഷോയിലും പിടികൂടി. 250 ചെറിയ പൊതികളിലായി തയ്യാറാക്കിയ കഞ്ചാവും ഹാഷിഷോയിലും ഒളിപ്പിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ഇടപാടുകൾ ഉറപ്പാക്കിയ ശേഷം വാങ്ങുന്നവർക്ക് ലൊക്കേഷൻ അയച്ചു നൽകിയാണ് ഇയാൾ ലഹരി കച്ചവടം നടത്തിയിരുന്നത്. പെട്രോളിങ്ങിനിടെ സംശയാസ്പദമായ സാഹചര്യത്തിൽ പിടിയിലായ യുവാവിനെ ചോദ്യം ചെയ്തതിലൂടെ പുറത്തുവന്നത് ലഹരി വ്യാപനത്തിന്റെ പുതിയ വഴികളാണ്. കുറ്റിപ്പുറം എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ ആന്ധ്രാപ്രദേശ് സ്വദേശികളായ പുട്ടുരു സായ് മഞ്ജുനാഥ്, ഗണ്ട അർജുൻ നായിഡു എന്നിവരിൽ നിന്ന് 2 കിലോ കഞ്ചാവും 58 ഗ്രാം ഹാഷിഷോയിലും പിടികൂടി. യുവാവിന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയതാണ് അന്വേഷണത്തിന് തുടക്കമായത്. തുടർന്നുള്ള പരിശോധനയിൽ കഞ്ചാവുമായി ബന്ധമുള്ള വിവരം വെളിപ്പെട്ടതോടെ ആദവനാട് പ്രദേശത്ത് വാടകയ്ക്കെടുത്ത ക്വാർട്ടേഴ്സിൽ പരിശോധന നടത്തി. ഇവിടെ നിന്നാണ് 250 ചെറിയ പൊതികളായി തയ്യാറാക്കിയ കഞ്ചാവും ഹാഷിഷോയിലും ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രാഥമിക അന്വേഷണത്തിൽ കുറ്റിപ്പുറം തിരൂർ റോഡിൽ ഉടനീളം വിവിധ സ്ഥലങ്ങളിൽ കഞ്ചാവിന്റെ ചെറിയ പൊതികൾ ഒളിപ്പിച്ചുവെച്ച് പിന്നീട് ഡീലർമാർക്ക് ഓൺലൈൻ പേയ്മെന്റ് വഴി വിൽപ്പന നടത്തുന്നതായി കണ്ടെത്തി. മഞ്ചാടി എന്ന സ്ഥലത്ത് നിന്ന് ചെറിയൊരു ഇത് കിട്ടി. പരിശോധിക്കുമ്പോൾ ചെറിയൊരു സ്മോൾ ക്വാണ്ടിറ്റി കഞ്ചാവും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിവരെ ഓഫീസിൽ കൊണ്ട് ചോദ്യം ചെയ്തതിലാണ് ഇങ്ങനെ എവിടെയാണ് താമസം. ആ സമയത്ത് നമുക്ക് അറിയില്ലായിരുന്നു ഇത്ര ഒരു മീഡിയം ക്വാണ്ടിറ്റിക്കുള്ള കഞ്ചാവും അല്ലെങ്കിൽ ഹാഷിഷും ഉണ്ടാവും. ഹാഷിഷ് കുറച്ചുകൂടി സ്മോൾ ക്വാണ്ടിറ്റിയാണ്, പക്ഷേ മേജർ ക്വാണ്ടിറ്റിയാണ് കഞ്ചാവ് ഉള്ളത്. ഇടപാടുകൾ ഉറപ്പാക്കിയ ശേഷം വാങ്ങുന്നവർക്ക് ലൊക്കേഷൻ അയച്ചു നൽകുന്ന രീതിയിലാണ് ലഹരി വ്യാപനം നടന്നുവന്നത്. എക്സൈസ് ഇൻസ്പെക്ടർ PM അഖിലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഓപ്പറേഷൻ നടപ്പാക്കിയത്. പ്രതികളുടെ മൊബൈൽ ഫോൺ പരിശോധിച്ച് കൂടുതൽ ബന്ധങ്ങൾ കണ്ടെത്താൻ അന്വേഷണ സംഘം നീക്കം തുടരുകയാണ്. ന്യൂസ് 18 തിരൂർ. പാലക്കാട് ഷൊർണൂരിൽ വൻ കുഴൽപ്പണവേട്ട. രേഖകളില്ലാതെ കടത്തുകയായിരുന്ന 39 ലക്ഷം രൂപയുമായി മഹാരാഷ്ട്ര സ്വദേശിയായ യുവാവ് അറസ്റ്റിലായി. റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി പുറത്തു കിടക്കുന്നതിനിടെയാണ് യുവാവ് പോലീസിന്റെ വലയിലായത്. ട്രെയിൻ വഴിയുള്ള ലഹരിക്കടത്തും കുഴൽപ്പണക്കടത്തും തടയാൻ ശക്തമായ റെയ്ഡ് നടത്താനാണ് പോലീസിന്റെ തീരുമാനം. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ലഹരി ഇടപാടുകാരെ കണ്ടെത്തുന്നതിനായി പോലീസ് നടത്താറുള്ള പതിവ് പരിശോധനയ്ക്കിടെയാണ് യുവാവ് പിടിയിലായത്. സംശയം തോന്നി പരിശോധിച്ച പോലീസ് ഇയാളുടെ പക്കലിൽ നിന്ന് രേഖകളില്ലാത്ത 39,80,000 രൂപ കണ്ടെടുത്തു. നീല നിറത്തിലുള്ള വലിയ ട്രോളി ബാഗിനുള്ളിലായിരുന്നു പണം. മഹാരാഷ്ട്ര സ്വദേശിയായ 26-കാരൻ സൗരഭ് ദീപക് പിസാലിനെ കസ്റ്റഡിയിലെടുത്തു. പോലീസ് ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ഇയാൾ ആർക്കു വേണ്ടിയാണ് പണം എത്തിച്ചതെന്ന് വ്യക്തമാക്കിയിട്ടില്ല. ഷൊർണൂർ SHO O രവികുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് യുവാവിനെ പിടികൂടിയത്. അയാളുടെ ചോദിച്ച സമയത്ത് കായംകുളം ചെന്ന് സ്വർണം വാങ്ങിച്ച് കുറഞ്ഞ റേറ്റിൽ സ്വർണം വാങ്ങിച്ച് തൻ്റെ നാട്ടിൽ മഹാരാഷ്ട്രയിൽ കൊണ്ടുപോയി കൂടുതൽ വിലയ്ക്ക് വിൽക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നതെന്നാണ് അയാൾ പോലീസിനോട് പറഞ്ഞിട്ടുള്ള വിവരം. എന്തായാലും അതിൻ്റെ സോഴ്സും ഡെസ്റ്റിനേഷനും പോലീസിനോട് വിശദീകരിക്കാൻ അയാൾക്കായില്ല. ആയതിൽ വെച്ചിട്ട് ഇത് അനധികൃതമായിട്ടുള്ള പണം ആണ് എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ ആ സംഖ്യ പിടിച്ചെടുത്തിട്ടുണ്ട്. പൈസ ഇന്ന് തന്നെ ബഹുമാനപ്പെട്ട ഒറ്റപ്പാലം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. കൂടാതെ ഈ കാര്യം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ നമ്മൾ രേഖാമൂലം അറിയിക്കുന്നുണ്ട്. ബാക്കി ഇതിലേക്കുള്ള തുടർ നടപടികളെല്ലാം തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്നതാണ്. അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇതിനു മുമ്പും സൗരഭ് പണം കേരളത്തിലേക്ക് കടത്തിയിട്ടുണ്ടെന്നാണ് വിവരം. ട്രെയിൻ മാർഗം ലഹരിക്കടത്ത് വർദ്ധിച്ചതോടെ പോലീസ് പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്.
ന്യൂസ് 18 ഷൊർണൂർ. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. നെയ്യാറ്റിൻകരയിൽ ആഡംബര വാഹനത്തിൽ കടത്തിയ 300 കിലോയിലധികം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ എക്സൈസ് പിടികൂടി. ഇതിന് വിപണിയിൽ ലക്ഷങ്ങൾ വില വരും. കേസിൽ ഭീമാപ്പള്ളി സ്വദേശികളായ ഷമീർ, നവാസ് എന്നിവരെ എക്സൈസ് കസ്റ്റഡിയിലെടുത്തു. തമിഴ്നാട്ടിലെയും കർണാടകയിലെയും വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ലഹരി എത്തിച്ച് തിരുവനന്തപുരത്തെ അന്യസംസ്ഥാന തൊഴിലാളികൾക്കും വിദ്യാർത്ഥികൾക്കും വിൽപ്പന നടത്തുകയായിരുന്നു സംഘത്തിന്റെ രീതി. ഇടുക്കി രാജകുമാരി കജനാപ്പാറയിൽ അനധികൃത മദ്യവിൽപ്പന നടത്തിയ 2 പേർ പിടിയിൽ. കജനാപ്പാറ ചാലുവരമ്പിൽ സുരേഷ്, ജയമന്ദിരത്തിൽ ബോധുരാജ് എന്നിവരെയാണ് ഉടുമ്പൻചോല എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തത്. ഇവരുടെ പക്കൽ നിന്നും 28 ലിറ്ററിലധികം വിദേശമദ്യം പിടിച്ചെടുത്തു. കജനാപ്പാറ കേന്ദ്രീകരിച്ച് മദ്യവിൽപ്പന നടത്തുന്നതായുള്ള രഹസ്യവിവരത്തെ തുടർന്നാണ് എക്സൈസ് തെരച്ചിൽ നടത്തിയത്. തിരുവനന്തപുരം നെടുമങ്ങാട് ഹോട്ടലിൽ ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധന. പഴകുറ്റി കമ്മാളം റെസ്റ്റോറന്റിൽ നിന്ന് പഴകിയ ഭക്ഷണങ്ങൾ പിടിച്ചെടുത്തു. പഴകിയ ചിക്കൻ, ബീഫ്, തലേദിവസത്തെ അവിയൽ, തോരൻ തുടങ്ങിയവ പിടിച്ചെടുത്തു. റെസ്റ്റോറന്റ് മാലിന്യം കിള്ളിയാറിലേക്ക് ഒഴുക്കിവിടുന്നതായും കണ്ടെത്തി. TP വധക്കേസിലെ പ്രതി KK കൃഷ്ണൻ അന്തരിച്ചു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവുകാരനായിരുന്നു. പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ന്യൂമോണിയ ബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു. TP കേസിൽ 10ാം പ്രതിയാണ്. ചെറുപ്പം മുതൽ മക്കളെ ശിക്ഷിച്ചും ശകാരിച്ചുമൊക്കെ വളർത്തുന്ന മാതാപിതാക്കളുണ്ട്. എന്നാൽ ചില വീടുകളിലെ കുട്ടികൾ തലതെറിച്ച് പോകാൻ കാരണം അവരുടെ അച്ഛനമ്മമാർ തന്നെയാണ്. കുട്ടിക്കാലത്ത് കൊടുക്കാത്ത തല്ല് വളർന്നു വലുതാകുമ്പോൾ നൽകും. അപ്പോഴേക്കും അവർ തിരിച്ചു തല്ലാൻ വളർന്നു കാണും. തിരുവനന്തപുരം കരിമടം കോളനിയിലെ സത്യനും സംഭവിച്ചത് അതാണ്. കഞ്ചാവും ലഹരിയും ഉപയോഗിച്ചെത്തുന്ന മകനെ സത്യൻ വീട്ടിൽ കയറാൻ വിലക്കി. ഇതോടെ അക്രമാസക്തനായ മണികണ്ഠൻ പിതാവിനെ കത്തിയെടുത്ത് കുത്തുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. വയറിനും വലതുകാലിനും തുടയിലും ഉൾപ്പെടെ ഗുരുതരമായി കുത്തേറ്റ സത്യൻ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. താന്തോന്നികളായ പിള്ളേരെ നിലയ്ക്ക് തന്നെ നിർത്തണം. പിന്നീട് അവർ വലുതായി കഴിയുമ്പോൾ വടിയെടുത്തിട്ടൊന്നും കാര്യമില്ല കേട്ടോ. ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.